കുറച്ചു ദിവസങ്ങളായി ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ. ഇപ്പോഴും തുടരുന്ന ഈ പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ എന്താണ്, ആരൊക്കെയാണ്, ആർക്കെതിരെയാണ്? നോക്കാം ചില വസ്തുതകൾ. ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരം. ജനസംഖ്യയുടെ 1/3 വിദേശത്ത് ജനിച്ചവർ. ഈ വൈവിധ്യമാണ് ഈ നഗരത്തിന്റെ ശക്തിയും. പക്ഷേ ഇപ്പോഴിത് തന്നെയാണ് പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമാക്കി ഈ നഗരത്തെ മാറ്റിയതും. 2025 ജനുവരിയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ തലപ്പത്ത് അധികാരമേൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നതായിരുന്നു. 2016 തന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അനധികൃത കുടിയേറ്റം തടയുക എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന അജണ്ടയാണ്. 2025 അദ്ദേഹം അധികാരത്തിലേറിയതിന് ശേഷം ഈ നയങ്ങൾ അദ്ദേഹം കൂടുതൽ കർശനമായി നടപ്പിലാക്കി തുടങ്ങി. ട്രംപ് 11 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ പദ്ധതിയിടുകയാണ്. ദിവസവും 3000 അറസ്റ്റുകൾ ലക്ഷ്യമിടുകയാണ് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ICE റെയ്ഡുകൾ. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. 6 ലക്ഷത്തോളം യുവ കുടിയേറ്റക്കാർക്ക് താൽക്കാലിക പൗരത്വ സുരക്ഷ നൽകുന്ന DACA ഡിഫേർഡ് ആക്ഷൻ ഫോർ ചൈൽഡ്ഹുഡ് അറൈവൽസിൽ പദ്ധതി ട്രംപ് റദ്ദാക്കിയിരിക്കുന്നു. AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ, ഡ്രോണുകൾ, ലൈസൻസ് പ്ലേറ്റ് റീഡറുകൾ എന്നിവ ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ കണ്ടെത്തുന്ന കർശന നടപടികൾ ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു വരുന്നു. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റുകളോട് സഹകരിക്കാത്ത സാങ്ച്വറി സിറ്റികൾ എന്നറിയപ്പെടുന്ന ലോസ് ഏഞ്ചൽസ് ഉൾപ്പെടെയുള്ള സിറ്റികൾക്ക് ഫെഡറൽ ഫണ്ടിംഗ് നിഷേധിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ നയത്തിന്റെ ഭാഗമായി US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ICE ലോസ് ഏഞ്ചൽസിൽ വ്യാപകമായ റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നു. ജൂൺ 6 മുതൽ തന്നെ ഫാഷൻ ഡിസ്ട്രിക്ട്, റെസ്റ്റോറന്റുകൾ, ഹോം ഡിപ്പോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ICE ഓഫീസർമാർ അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് റെയ്ഡുകൾ നടത്തി, അറസ്റ്റുകൾ നടത്തി. മെയ് മാസത്തിൽ മാത്രം 239 പേരെ ICE അറസ്റ്റ് ചെയ്തിരുന്നു. ഈ റെയ്ഡുകൾ ലാറ്റിനോ, മെക്സിക്കൻ വംശജർ മാത്രം അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ കൂടി കേന്ദ്രീകരിച്ചതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ജൂൺ 6 ICE റെയ്ഡുകൾ വീണ്ടും ആരംഭിച്ചതോടെ ലോസ് ഏഞ്ചൽസിന്റെ സിവിക് സെന്ററിലും മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിന് മുന്നിലും പ്രതിഷേധങ്ങൾ തുടങ്ങി. ആദ്യം ശാന്തമായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾ. ജൂൺ 7 പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടിയതോടെ സംഘർഷത്തിലേക്ക് നീങ്ങി. ഈ സംഘർഷങ്ങൾ കണ്ട ട്രംപ് ജൂൺ 7 2000 നാഷണൽ ഗാർഡ് സൈനികരെ ലോസ് ഏഞ്ചൽസിലേക്ക് അയച്ചു. ജൂൺ 9 700 മറൈൻസിനെയും 2000 അധികമായി നാഷണൽ ഗാർഡ് അംഗങ്ങളെയും വിന്യസിച്ചു. പക്ഷേ ഈ നീക്കം കാലിഫോർണിയ ഗവർണർ ഗെവിൻ ന്യൂസമിന്റെയും മേയർ കാരൻ ബാസിന്റെയും എതിർപ്പിനെ അവഗണിച്ചായിരുന്നു. ലോസ് ഏഞ്ചൽസ് ഒരു സാങ്ച്വറി സിറ്റിയാണ്. അതായത് ICEയുടെ ഡീപ്പോർട്ടേഷൻ ശ്രമങ്ങളോട് അവിടുത്തെ പ്രാദേശിക പോലീസ് സഹകരിക്കില്ല. മേയർ കാരൻ ബാസ് ICE റെയ്ഡുകളെ നഗരത്തിന്റെ മനുഷ്യത്വത്തിനെതിരായ ആക്രമണമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാലിഫോർണിയ ഗവർണർ ഗെവിൻ ന്യൂസം ട്രംപിന്റെ നാഷണൽ ഗാർഡ് വിന്യാസത്തെ അനാവശ്യമായ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് എന്ന് വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം ഫെഡറൽ നയങ്ങൾക്കെതിരെ നിയമ നടപടികൾ പോലും പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടിയും പ്രതിഷേധക്കാർക്കെതിരെ നാഷണൽ ഗാർഡിനെയും മറൈൻസിനെയും വിന്യസിച്ചതും കാലിഫോർണിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും പലരും അപലപിക്കുകയാണ്. പ്രസിഡന്റ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്യുകയും പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് അവർ ആരോപിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി കാലിഫോർണിയക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗവർണർ ഗെവിൻ ന്യൂസം ട്രംപിന്റെ ഈ സൈനിക ബലപ്രയോഗത്തെ അധികാര ദുർവിനിയോഗം എന്ന് വിമർശിക്കുകയുണ്ടായി. ട്രംപ് ഭരണകൂടം സൈന്യത്തെ വിന്യസിച്ചതിനെതിരെ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. അക്രമാസക്തനായ കുറ്റവാളികളെ ലക്ഷ്യം വെച്ചല്ല, മറിച്ച് പാത്രം കഴുകുന്നവർ, തോട്ടക്കാർ, ദിവസവേതനക്കാർ, തയ്യൽക്കാർ എന്നിങ്ങനെയുള്ള പാവപ്പെട്ട പൊതുജനങ്ങളെ ലക്ഷ്യം വെച്ചാണ് പ്രസിഡന്റ് തന്റെ സൈനിക വല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു അദ്ദേഹം. ശക്തിയുടെ വേഷം കെട്ടിയ ബലഹീനതയാണ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ നമ്മുടെ സമൂഹങ്ങളെ സംരക്ഷിക്കുന്നില്ല. അവർ സമൂഹങ്ങളെ കൂടുതൽ ആഘാതത്തിലാക്കുകയാണ്. ഇതൊക്കെയാണ് ഗവർണർ ന്യൂസം പറയുന്നത്. സംശയത്തിന്റെയോ തൊലിയുടെയോ നിറത്തിന്റെയോ പേരിൽ മാത്രം വാറണ്ടില്ലാതെ ജീവിക്കാൻ നമ്മളിൽ നിന്ന് ചിലരെ തെരുവുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ നമ്മൾ ആരും സുരക്ഷിതരല്ല. അതുകൊണ്ട് കാലിഫോർണിയ ഇതിനെതിരെ പോരാട്ടം തുടരും എന്നും ഗവർണർ കൂട്ടിച്ചേർക്കുന്നു.
പാരാമൗണ്ടിലെ ഒരു ഹോം ഡിപ്പോക്ക് മുന്നിൽ ശനിയാഴ്ച നടന്ന പ്രക്ഷോഭത്തിൽ ചിലർ പോലീസ് വാഹനങ്ങളിലേക്ക് കല്ലെറിഞ്ഞു. ഒരാൾ വാഹനം ഉപയോഗിച്ച് ഓഫീസർമാർക്ക് നേരെ പാഞ്ഞെടുത്തതോടെ പോലീസ് ഫ്ലാഷ് ബാങ്ക് ഗ്രനേഡുകളും പെപ്പർ ബോളുകളും ഉപയോഗിച്ചു. ഒരു കാർ കത്തിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി. ഈ പ്രക്ഷോഭം ലോസ് ഏഞ്ചൽസിന്റെ മാത്രം പ്രശ്നമല്ല. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ അമേരിക്ക മുഴുവൻ വീണ്ടും ചർച്ചയാക്കുകയാണ്. മേയർ കാരൻ ബാസ് ലോസ് ഏഞ്ചൽസിനെ ട്രംപ് ഒരു ടെസ്റ്റ് കേസാക്കുകയാണെന്നാണ് ആരോപിക്കുന്നത്. ഗവർണർ ന്യൂസം നിയമ നടപടികളും പ്രഖ്യാപിച്ചിരിക്കുന്നു. സിയാറ്റിൽ, സെന്റ് ലൂയിസ്, ഇൻഡ്യാനാപോളിസ് തുടങ്ങിയ നഗരങ്ങളിൽ ഇതുപോലെയുള്ള സമാനമായ പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ടത്രേ. ട്രംപ് ഇവിടങ്ങളിലും കർശന നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ലോസ് ഏഞ്ചൽസിലെ ഈ പ്രക്ഷോഭം കുടിയേറ്റ വിരുദ്ധത അടക്കമുള്ള ട്രംപിന്റെ വലതുപക്ഷ നയങ്ങൾക്കെതിരെ രാജ്യത്തുടലെടുത്ത ഒരു പ്രതിഫലനം മാത്രമാണ്. തുടക്കം മുതൽ ഉറ്റതോഴനായി കൂടെയുണ്ടായിരുന്ന എലോൺ മസ്ക് പോലും ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തെല്ലാം തുടർ പ്രതിഫലനങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകുമെന്ന് കാത്തിരുന്നു കാണണം.